ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഫാൻറ്റാസ്റ്റിക് മിസ്റ്റർ ഫോക്സ് എന്ന കാർട്ടൂണിൻ്റെ രണ്ടാം ഭാഗമാണിത്. ആദ്യ ഭാഗം അവസാനിച്ചിരുന്നു. നമുക്ക് തുടങ്ങാം. വൺ മോർ ടൈം വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് ഗ്രാൻഡ്പ. ആദ്യ ഭാഗം അവസാനിക്കുന്നത് മിസ്റ്റർ ഫോക്സും കൈലിയും ബൗൺസിൻ്റെ ഇലക്ട്രിക് വേലി കണ്ട് അന്തം വിട്ട് നിൽക്കുമ്പോഴാണ്. മിസ്റ്റർ ഫോക്സ് പിറകിലുള്ള ഒരു മരത്തിലൂടെ കയറി ആ വേലിയെ മറികടക്കാമെന്നുള്ള ആശയം മുന്നോട്ട് വെച്ചു. കൈലിയും മിസ്റ്റർ ഫോക്സും ആ വേലി മറികടക്കുമ്പോൾ അവിടെ ഉറങ്ങിക്കിടക്കുന്ന ബീഗിൾസിനെ അവർ ശ്രദ്ധിച്ചു. ബീഗിൾസിനെ പ്രതിരോധിക്കാൻ അവരുടെ കയ്യിൽ ഒരു മാർഗമുണ്ടായിരുന്നു. ഹൈ പൊട്ടൻസി സ്ലീപ്പിംഗ് പൗഡർ ചേർത്ത ബ്ലൂബെറി അവർ ബീഗിൾസിന് നേരെ എറിഞ്ഞു. ബീഗിൾസ് അത് കഴിക്കുകയും നിമിഷ നേരം കൊണ്ട് ബോധം കെട്ടി വീഴുകയും ചെയ്തു. അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ, തങ്ങളുടെ പദ്ധതി വിജയിക്കുന്നു എന്ന സന്തോഷത്തിൽ കൈലിയും മിസ്റ്റർ ഫോക്സും ആ വേലി ചാടി. മിസ്റ്റർ ഫോക്സും കൈലിയും ബൗൺസിൻ്റെ ചിക്കൻ ഫാമിലേക്ക് നുഴഞ്ഞു കയറി. മിസ്റ്റർ ഫോക്സ് 2-3 കോഴികളെ കൊന്നു. കൈലിയോട് മിസ്റ്റർ ഫോക്സ് പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലോ ഒറ്റ വെയിറ്റിൽ തന്നെ കടിക്കണമെന്ന്. അപ്പോൾ കൈലി പറഞ്ഞു, എനിക്ക് കഴിയുന്നില്ല എന്ന്. കൈലിയുടെ കോഴിയും കൂടി അവൻ വാങ്ങി ഒറ്റ വെയിറ്റിൽ അതിനെ കൊന്നു. അവിടെ നിന്നും രക്ഷപ്പെടാൻ അവർ ഒരുങ്ങി. പുറത്തെത്തിയതും അവിടെ കടന്നിരുന്ന ബീഗിൾസിനെ ഹൈ പൊട്ടൻസി സ്ലീപ്പിംഗ് പൗഡർ ചേർത്ത ബ്ലൂബെറി കൊടുത്ത് അവർ ഉറക്കി. അവർ ഇലക്ട്രിക് വേലിയുടെ അടുത്തെത്തിയതും ബഗീസിൻ്റെ എമർജൻസി അലാറം മുഴങ്ങി. അവിടെ മുന്നിലുള്ളത് ഇലക്ട്രിക് വേലിയാണ്. എന്നിട്ടും കൂടി രക്ഷപ്പെടുവാൻ വേണ്ടി അവർ ആ ഇലക്ട്രിക് വേലി പിടിച്ചു നടന്നു. ബഗീസും അവൻ്റെ കൂട്ടരും ഗൺസുമായി ഈ കള്ളന്മാരെ പിടിക്കാൻ അവിടെ എത്തി. എന്നാൽ അവർക്ക് അവരെ കാണുവാൻ സാധിച്ചില്ല. പ്ലാൻ എ വിജയകരമായി പൂർത്തീകരിച്ചതിനു ശേഷം ഏറ്റവും ക്രൂവലും ഹർഷുമായ ബീനിൻ്റെ ആപ്പിൾ ആൽക്കഹോളിക് ഫാക്ടറി മോഷണം നടത്തുവാനായി അവർ എത്തി. ഉരുകിയ സ്വർണം പോലുള്ള അവിടുത്തെ ആൽക്കഹോളുകൾ നിറച്ച കുപ്പികൾ കണ്ട് അവരുടെ കണ്ണുകൾ മഞ്ഞളിച്ചപ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല ബീനിൻ്റെ സീക്രട്ട് സെക്യൂരിറ്റിയെ അവർക്ക് നേരിടേണ്ടി വരുമെന്ന്. അവൻ വളരെ ഡേഞ്ചറും ക്രൂവലുമായിരുന്നു. കാണുവാൻ അവൻ വളരെ ചെറുതാണെങ്കിലും അവൻ്റെ ആയുധ കലകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ മിസ്റ്റർ ഫോക്സിന് കഴിയുമായിരുന്നില്ല. കാരണം അവൻ അത്രയും ഡേഞ്ചറായിരുന്നു. മിസ്റ്റർ ഫോക്സും അവൻ നടന്ന യുദ്ധത്തിൽ മിസ്റ്റർ ഫോക്സ് പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ മിസ്റ്റർ ഫോക്സിൻ്റെ മകൻ ആഷ് അവനെ തുണി വലിച്ച് താഴെയിട്ടു. അപ്രതീക്ഷിതമായി അവിടുത്തെ വാതിൽ തുറന്ന് ആരോ അങ്ങോട്ട് വരുന്നത് കണ്ട് മിസ്റ്റർ ഫോക്സും അവൻ്റെ കൂട്ടാളികളും ആൽക്കഹോൾ കുപ്പികൾക്കിടയിൽ ഒളിച്ചിരുന്നു. സോറി, ഒരു ഷോർട്സിൽ ഉൾപ്പെടുന്ന വീഡിയോക്ക് പരിധിയുള്ളതിനാൽ മാത്രം ഈ പാർട്ട് ഇവിടെ വെച്ച് നിർത്തുന്നു. ബാക്കി അടുത്ത പാർട്ടിൽ കാണാം. ബായ്.